ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ഇട്ട കേക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമായി. നമ്മുടെ കേക്ക് ട്രെൻഡിങ്ങിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഹാപ്പിയായി, കാരണം കമൻസൊക്കെ വായിച്ചിട്ട് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു കേക്കാണ്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ചെയ്യാൻ പോണത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ക്രീമൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. മുട്ടയോ ബീറ്ററോ ഒന്നും നമുക്ക് ആവശ്യമില്ല. വേറൊരു ക്രീമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇന്നലെ നമ്മൾ കാണിച്ചത് റവ വെച്ചിട്ടുള്ള ക്രീമായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സുമീസ് ടേസ്റ്റി കിച്ചൻ എന്നൊന്ന് സെർച്ച് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കൊക്കോ പൗഡർ പോലും നമുക്ക് ആവശ്യമില്ല. ചോക്ലേറ്റ് വേണ്ട, കൊക്കോ പൗഡർ വേണ്ട, ഒന്നും വേണ്ട. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പറ്റും. നമുക്കിതിന് പ്രത്യേകിച്ച് ബേക്കിംഗ് ടൂൾസോ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ഉള്ള സാധാരണ ചേരുവകളൊക്കെ വെച്ചിട്ട് സാധാരണ മെത്തേഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണേ. നമ്മുടെ ഗീവ് അവേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗീവ് അവേക്ക് പങ്കെടുക്കുന്നവർ വീഡിയോ ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ഈ ഒരു കേക്ക് ചെയ്യാൻ പോകുന്നത് സാധാരണ ഒരു സ്റ്റീലിൻ്റെ ഡബ്ബയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളിത് ചെയ്യാൻ പോണത് 1-2 ഡ്രോപ്സ് അളവിന് ഞാനിവിടെ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു കാര്യം തന്നെയാണ് പാം ഓയിൽ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കേക്കും ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് 1-2 ഡ്രോപ്സ് ഒന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം ബട്ടർ പേപ്പർ, ഞാൻ വീട്ടിൽ തന്നെ നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളാണ്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ സുമീസ് വ്ളോഗ് എന്ന് സെർച്ച് ചെയ്യുന്നിട്ട് സുമീസ് വ്ളോഗ് ബട്ടർ പേപ്പർ എന്നൊന്ന് സെർച്ച് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ബട്ടർ പേപ്പർ കൂടി ഞാൻ ഒന്നിട്ടിട്ട് ഞാൻ വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് മൈദ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മൈദ അങ്ങ് തട്ടിക്കളയുക. ഇതുപോലെയാണ് നമ്മൾ കേക്കിൻ്റെ ടിന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഈ ഒരു ടിന്ന് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് വേണ്ടിയിട്ട് കൊക്കോ പൗഡറിന് പകരമായിട്ട് ഞാൻ ബിസ്ക്കറ്റ് പൗഡർ ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് നേരത്തെ തന്നെ ഒന്ന് പൊടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ മിക്സൊക്കെ റെഡിയാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് മതിയാവും. അത് നമ്മൾ കുറച്ചെടുത്തിട്ട് ഒന്ന് പൊടിച്ച് വെക്കുക കേട്ടോ. ഏകദേശം നമുക്കൊരു 1/2 ഗ്ലാസ് അളവിനാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു അളവിന് കുറച്ചെടുത്തിട്ട് നിങ്ങളൊന്ന് പൊടിച്ച് നേരത്തെ തന്നെ വെച്ച് വെക്കുക. ഞാൻ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തത്. അതാകുമ്പോൾ നല്ല ബ്ലാക്ക് കളർ കിട്ടുമല്ലോ. അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതേ ഞാൻ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ അതേ ഗ്ലാസ്സിന് തന്നെ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ എല്ലാവരുടെ വീട്ടിൽ എന്തായാലും കാണാണ്ടിരിക്കില്ല. അതൊരു നമുക്കൊരു 1/4 ഗ്ലാസ് അളവിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു രൂപ ഉണ്ടല്ലോ, ഒരു 1/4 ഗ്ലാസ് അളവിന് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഞാൻ പറയുന്ന സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് നല്ല കേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ യോജിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിന് വാനില എസൻസ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഒരേ ഡയറക്ഷനിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതേ വാനില എസൻസ് ഒഴിച്ച് മിക്സ് ചെയ്താൽ നമുക്കൊരു 3/4 ഗ്ലാസ് അളവിന് തണുപ്പില്ലാത്ത പാല് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഏത് ഡയറക്ഷനിലാണോ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സൈഡിലോട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ തിരിച്ചിത് കറക്കിയെടുക്കരുത്. ഏത് സൈഡിലോട്ടാണോ കറക്കിയെടുക്കുന്നത് അതിൽ അങ്ങനെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി, ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതേ സെയിം ഗ്ലാസ്സിന് 1 ഗ്ലാസ് അളവിന് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ദേ മൈദ ഇട്ടിട്ടുണ്ട്. ഇനി അതേ ഗ്ലാസ്സിന് തന്നെ നമ്മൾ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇല്ലേ, അത് 1/2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊക്കോ പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. കൊക്കോ പൗഡറാണെങ്കിൽ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ കൂടി കുറച്ചിട്ട് പകരം 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിന് ഉപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടിയിട്ട് നമുക്കൊന്ന് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ അതെല്ലാം അരിച്ചിട്ടിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു തരിതരിപ്പുണ്ട്, ഇത് നമുക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതങ്ങ് റെഡി ആയിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ഇത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. മെല്ലെ വേണം മിക്സ് ചെയ്യാൻ, ഒരുപാട് സ്പീഡിനിട്ടിട്ട് മിക്സ് ചെയ്യരുത്. ഞാൻ പറഞ്ഞ സ്റ്റെപ്പൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ മെല്ലെ ഇതുപോലൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ, കട്ടയൊന്നും ഇല്ലാണ്ട് യോജിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പാൽ ഇതിലേക്ക് ചേർക്കാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കൂടിയിട്ട് പാല് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി ഓവർ മിക്സിങ് ആയി പോവും. എന്നാലും നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ തന്നെ നേരത്തെ പാല് ചേർത്തില്ലേ, അതിൻ്റെ കൂടവേ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കൂടി പാല് ചേർത്ത് മിക്സ് ചെയ്യുക കേട്ടോ. ഒരുപാട് നേരം അപ്പോൾ ഓവറായിട്ട് മിക്സ് ആവേണ്ടല്ലോ, അതുകൊണ്ടാണ്. കേക്ക് ബാറ്റർ റെഡി ആയാൽ ഉടനെ തന്നെ നമുക്ക് ഇത് കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിത് ചെയ്യവേ തന്നെ അവിടെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക കേട്ടോ. പ്രഷർ കുക്കർ ആണെങ്കിൽ പ്രഷർ കുക്കർ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടേക്കുക. പിന്നെ ഞാനൊരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. എയർ ബബിൾസ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു 3-4 തവണ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ അതിനുള്ളിൽ എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പോയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പം അത് നിറയെ ഹോൾസ് ആയിരിക്കും. ആ ഹോൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ എയർ ബബിൾസ് ഒക്കെ മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രീഹീറ്റ് ചെയ്യേണ്ടത് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ തട്ടോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം അങ്ങ് കരിഞ്ഞു പോകും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് കുക്കറിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിത് ഇതുപോലെ നമ്മുടെ കേക്ക് ബാറ്റർ മെല്ലെ ഒന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ഏകദേശം ഒരു 40-45 മിനിറ്റോളം എടുക്കും കേട്ടോ. ചിലപ്പോൾ 50 മിനിറ്റ് വരെ എടുക്കാൻ ചാൻസ് ഉണ്ട്, എഗ്ഗ്ലെസ് ആയതുകൊണ്ടാണ്. അപ്പോൾ അത്ര സമയം എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ക്രീം റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 3/4 ഗ്ലാസ് അളവിന് പാലാണ് എടുത്തിട്ടുള്ളത്. തണുത്ത പാൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സീക്രട്ട് ചേരുവക തന്നെയാണ്. നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. ഇപ്പോൾ ഇത് കയ്യിലില്ലാന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കേണ്ട. അപ്പോൾ ഇതിന് പകരം എന്താ ചേർക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. നമുക്ക് സാധാരണ മിൽക്ക് പൗഡർ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഈ ക്രീം മാറ്റി മറിക്കാൻ തന്നെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക രുചിയൊക്കെ നമുക്ക് ക്രീമിന് കിട്ടും കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് ഒന്നെങ്കിൽ പാൽപ്പൊടി ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു 3 ടേബിൾ സ്പൂൺ കൂടി മൈദ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ പകരം വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പ്രശ്നവും ഇല്ല. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഞാനൊരു നുള്ള അളവിന് ഉപ്പ് ചേർക്കുകയാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രം ചേർക്കുക, കൂടുതലാവരുത്. അതുപോലെ തന്നെ നമുക്കിതിന് ആവശ്യത്തിന് പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്യണം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ അളവിന് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ ചേർക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇടുന്ന കേട്ടോ നല്ലത്. ആദ്യം നമുക്ക് കുറച്ചൊന്ന് ചൂടായിട്ട് വരുന്നവരെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇടാം. മെല്ലെ ഒന്ന് തീ കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് കുറച്ചൊന്ന് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് പാലിൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ട് ഞാനൊരു 1/2 ഗ്ലാസ് അളവിന് കൂടിയിട്ട് പാൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കട്ടയായത് നമുക്ക് മെല്ലെ ഇത് എല്ലാം കൂടിയിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാന്നേ ഉള്ളൂ. നന്നായിട്ട് തന്നെ വരും കേട്ടോ, ഒരു പ്രശ്നവുമില്ല, നല്ലപോലെ തന്നെ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ തുടക്ക സമയത്ത് തന്നെ ഈ പാല് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചേർത്ത മാതിരി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കട്ടയാവുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് പാല് ചേർത്തിട്ട് മെല്ലെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ നല്ലപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. ഒരു അല്ലാണ്ട് എന്താ പറയുക, തിക്കായിട്ട് കട്ട പോലൊന്നും ഇരിക്കുകയൊന്നുമില്ല. നമ്മൾ പ്രസ് ചെയ്ത് ആ കട്ടയൊക്കെ അങ്ങ് മാറ്റി നന്നായിട്ട് എടുത്താൽ മതി. നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ ക്രീം വന്നിട്ടുണ്ട്. കുറച്ച് കുറവാണെന്ന് തോന്നുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അളവ് കൂട്ടിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ക്രീം ഇവിടെ റെഡിയായി. ഇനി ഇതൊന്ന് കംപ്ലീറ്റ് ചൂടാറുന്ന വരെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം.
അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു 45 മിനിറ്റോളം വെച്ച് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ലാസ്റ്റ് കുറച്ച് പാലൊഴിച്ച് കൊടുത്തില്ലായിരുന്നോ ലാസ്റ്റ്. അപ്പോൾ അത് ഇച്ചിരി ഓവർ മിക്സിങ് ആണ്. അതാണ് ഈ സൈഡ് കുറച്ചൊന്ന് പൊട്ടിപ്പോയത്. അത് കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്, നല്ല പൂ പോലെ സോഫ്റ്റാണ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. നമ്മുടെ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഇതിൽ നിന്നും വിട്ടെടുക്കാം കേട്ടോ. ചെറിയ ചൂടുണ്ട്, ആ ചൂടോട് കൂടിയിട്ട് തന്നെ വിട്ടെടുക്കാം. നല്ല കംപ്ലീറ്റ് ചൂട് അറിയിട്ടില്ല. എഗ്ഗ്ലെസ് കേക്ക് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് നിന്നും വിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനുള്ളിൽ നിന്നും എടുക്കാം. കേക്ക് നല്ല സോഫ്റ്റാണ്, നല്ല പൂ പോലെ വന്നിട്ടുണ്ട്. ഈ മുകൾ കുറച്ചൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയണം എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അല്ലാണ്ട് തന്നെ കഴിക്കാം. ഞാൻ അത് മുകളിൽ നിന്നും കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ വെച്ച് ചെയ്യുന്ന മാതിരി തന്നെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ഒരു 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ സാധാരണ മുട്ടയൊക്കെ വെച്ച് ചെയ്യുന്ന അതേ കേക്ക് പോലെ തന്നെ ഇല്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് നമുക്ക് ഇനി ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇനി എല്ലാവരുടെ കയ്യിലും ടേൺ ടേബിൾ കാണണം എന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേൺ ടേബിളിനായിട്ട് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ടേൺ ടേബിൾ ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മളിപ്പം റെഡിയാക്കി വെച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കുകയും ചെയ്യും, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവുകയില്ല. ഇതിനുള്ളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു. പഞ്ചസാരയൊക്കെ നല്ല മെൽറ്റായി കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തു. എന്നിട്ട് കംപ്ലീറ്റ് ചൂടാറി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ സാധാരണ ഒരു കത്തിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സാധാരണ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കത്തി വെച്ചിട്ടാണ് ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രത്യേകിച്ച് ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അത് ക്രീം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ കേക്ക് ഇത് ഐസിങ് ചെയ്ത ഉടനെ തന്നെ കട്ട് ചെയ്യാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുറച്ച് നേരം 1/2 മണിക്കൂർ വെച്ച് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് ഷുഗർ സിറപ്പ് ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ള് ക്രീമും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫുള്ള് ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ നോക്കുക. ഇത് മൈദ ആയതുകൊണ്ട് ചെറുതായിട്ട് ഒട്ടി പിടിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കത്തി കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്താൽ നമുക്ക് ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് സൈഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ നമ്മുടെ ക്രീം വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചതിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. ആ ബിസ്ക്കറ്റിൻ്റെ പൊടി ഈ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഇട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ബ്ലാക്ക് ഫോറസ്റ്റിന് ആ ഒരു എന്താ പറയുക, ചോക്ലേറ്റ് ആണ് സാധാരണ ഗ്രേറ്റ് ചെയ്ത് ഇടുക. അപ്പോൾ ബിസ്ക്കറ്റ് പൗഡർ ആകുമ്പോൾ എല്ലാവരുടെ കയ്യിലും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് പൗഡർ വെച്ചിട്ട് സൈഡും ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ കാണാൻ ഇപ്പോൾ ഒരു ഭംഗിയാണില്ല, നമ്മൾ ചെറി കൂടി വെക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഈ സൈഡിലൊക്കെ ഇതുപോലെ ചെറി വെക്കുമ്പോൾ നമ്മുടെ കേക്ക് നല്ല ലുക്കിൽ വരും കേട്ടോ. നമ്മൾ ബിസ്ക്കറ്റ് പൗഡർ ഇടുമ്പോൾ വിചാരിക്കും അത്ര നന്നായിട്ട് വന്നിട്ടില്ലല്ലോ, അത്ര ലുക്കില്ലല്ലോ. പക്ഷേ ചെറി വെക്കുമ്പം നല്ല ലുക്കിൽ നല്ല സൂപ്പറായിട്ട് വരും. ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരില്ലേ, താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെറി വെച്ചപ്പോൾ നമ്മുടെ കേക്ക് നല്ല ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ബിസ്ക്കറ്റ് പൗഡർ ഇടുമ്പോൾ വിചാരിക്കും അത്ര നന്നായില്ലല്ലോ, അത്ര ഭംഗിയില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ചെറി വെക്കുമ്പോൾ അതിൻ്റെ ലുക്ക് മാറിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് ഇതേ സമയം നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.